ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന്. ആദ്യം ഇവിടെ ഒറാക്കിൾ കാർഡ്സ് ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്താണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഡ്രൈവിംഗ്, റിലാക്സേഷൻ, ഓപ്പർച്യൂണിറ്റി, കമ്മ്യൂണിറ്റി. ബോട്ടം വന്നിരിക്കുന്നത് ഇന്നർ പീസ് ആണ്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും ഏതെങ്കിലുമൊക്കെ കാര്യത്തിന്, നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിന് മനസമാധാനം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടായിരിക്കണം ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, സ്റ്റക്കാണ്, പല കാര്യങ്ങളിലും സ്റ്റക്കാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകാം. അവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു പ്രകാശം ലഭിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു വെളിപാട് പോലെ എന്തോ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുന്നു. അവിടെ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. അവിടെ പ്രകാശം ചെരിയുന്ന ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് മാനസികമായിട്ട് സമാധാനം ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഈ ചേഞ്ചാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ചേഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു മാറ്റം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ ചിലപ്പോൾ ഒത്തിരി കാലം കൊണ്ട് പ്രതീക്ഷിച്ചിരുന്നിട്ടുള്ളതാവാം. എനിക്ക് 2025 കഴിഞ്ഞ് ഒരു മാറ്റവും വന്നില്ല, പ്രതീക്ഷിച്ചിരുന്ന പോലെ ഒരു കാര്യങ്ങളും നടന്നില്ല, ജോലി കിട്ടിയില്ല, വിവാഹം നടന്നില്ല, ഒരു കാര്യങ്ങൾ വീടിന്റെ കാര്യത്തിലായാലും അങ്ങനെ വസ്തു വിൽപ്പന നടന്നില്ല, ഒരുപാട് കാര്യങ്ങൾക്ക് തടസ്സമാണ് വന്നിരുന്നതല്ല. അപ്പോൾ ഈ ഒരു വർഷം 2026 നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നു. ചിലപ്പോൾ ജോലി ലഭിക്കാം, വിവാഹം നടക്കാം, അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള കൂടിച്ചേരൽ ഉണ്ടാകാം. അത്തരത്തിലുള്ള പല നല്ല നല്ല ചില എനർജീസ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്ന. ഏറ്റവും വലിയൊരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. അതുവഴി നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെതായ ദിവസങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണുന്നത്. മനസ്സിലായി? നമുക്ക് എന്താണ് ഏറ്റവും പ്രധാനമായ ചേഞ്ച് എന്താണ് എന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാവേ. എന്ത് ചേഞ്ചാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാവേ. എന്ത് ചേഞ്ചാണ്? പുതിയൊരു തുടക്കം, ജീവിതത്തിൽ പുതിയ ഒരു തുടക്കം തന്നെ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ. ഈ ഒരു പുതിയ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ, അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്തിലേക്ക് നിങ്ങൾ പോകുന്നു, സ്പിരിച്വൽ ജേർണിയാണ് നിങ്ങൾക്ക് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ജേർണി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് മാറ്റങ്ങൾ തരുന്നതാണ്. ഈ ഒരു മാറ്റം എന്താണ്, യൂണിവേഴ്സിനെ വിശ്വസിച്ച് പോവുകയാണ് ഇവിടെ. എല്ലാം ഉപേക്ഷിച്ച് ചിലപ്പോൾ യൂണിവേഴ്സിലേക്ക് മാത്രമുള്ള ആ വിശ്വാസം കൊണ്ട്, ആ ഒരു വിശ്വാസം അവിടെ അർപ്പിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം എനിക്കിനി നല്ലതേ വരൂ, എനിക്കിനി മോശമൊന്നും സംഭവിക്കില്ല, പോയ വർഷത്തെ അപേക്ഷിച്ച് എനിക്ക് ഈ ഒരു വർഷം വളരെ നല്ലതാണ്, ഒത്തിരി ചേഞ്ചസ് എന്നിലേക്ക് വരാൻ തുടങ്ങുന്നു, എനിക്ക് ജീവിതത്തിൽ തന്നെ നല്ലൊരു തുടക്കം വരാൻ പോകുന്നു, ഞാൻ സന്തോഷങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത്രമാത്രം കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ പുതിയ ചില തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതും ഇവിടെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഇനി എന്താണ് പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്ന ആ ഒരു ചേഞ്ച് എന്താണെന്ന് നോക്കാം നമുക്ക്.
ഫോർ ഓഫ് വാൺസിന്റെ എനർജിയാണ്. ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഈ ഒരു സ്റ്റെബിലിറ്റി ഫോർ ഓഫ് വാൺസ് നിങ്ങൾക്ക് സ്പിരിച്വൽ കണക്ഷനാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് വരാൻ പോകുമ്പോൾ തന്നെ എന്താണ് ആ ഒരു തുടക്കത്തിൻ്റെതായ കാര്യത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് പല തരത്തിലുള്ള ഏഞ്ചൽ നമ്പേഴ്സ് പാറ്റേൺസ് ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. 1111, 22, അതുപോലെ 333, അങ്ങനെ 44, ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സംഖ്യകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്രതീക്ഷിതമായിട്ട് നിങ്ങളെ ആരോ വിളിച്ചുണർത്തി കാണിക്കുന്നത് പോലെ. അതുപോലെ ബട്ടർഫ്ലൈസ് നിങ്ങളുടെ അടുത്ത് വരാം. അതിനു മുൻപ് വരെ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാത്ത പല കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാം. അപ്പോൾ തൂവലുകൾ നിങ്ങളുടെ ദേഹത്തൂടെ ഉരസി താഴേക്ക് വരാം. അതുപോലെ റെയിൻബോ കാണാൻ കഴിയുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു തുടക്കം സംഭവിക്കാൻ പോകുന്നു. പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടാകുന്നു. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു തുടക്കത്തിലേക്കുള്ള ഭാഗമാണ്. മനസ്സിലായോ? ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണ്? സ്പിരിച്വൽ ജേർണിയിലേക്ക് വരുമ്പോൾ നടക്കുന്ന സംഭവങ്ങളാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ. അതുവരെ ശ്രദ്ധിക്കപ്പെടാതിരുന്ന പല കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുകയാണ്. മനസ്സിലായോ? നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നതൊക്കെ നമുക്ക് പ്രകൃതിയിൽ കാണാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ചില പ്രോസസ്സൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ചില കാര്യങ്ങൾ, മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ വിവാഹം നടക്കാതിരിക്കുന്നവരുടെ വിവാഹം, അതുപോലെ സോൾമേറ്റ് കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നു. എന്നോ പണ്ടെങ്ങോ കണ്ടുമുട്ടിയ ചില ആൾക്കാരാണ് എന്നൊക്കെയുള്ള ആ ഒരു തോന്നലോടുകൂടി വരുന്നു. അല്ലെങ്കിൽ പണ്ടെങ്ങോ മുറിഞ്ഞുപോയ ബന്ധം പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഒന്നിച്ചു ചേരുന്നു. അതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ആത്മീയതയുടെ ഭാഗമാണത്. മനസ്സിലായോ? അപ്പോൾ അത്തരത്തിലുള്ള ചില കണക്ഷനുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, ചില തുടക്കങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, ചില സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ത്രൈവിംഗ് ആണ്. ഇവിടെ ഒരു പ്രോഗ്രസ് ആണ് ജീവിതത്തിൽ വരാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇവിടെ സീബ്രയാണ് കാണിച്ചിരിക്കുന്നത്, ഇവിടെ നമുക്ക് ഹോഴ്സിനെ കാണിച്ചിട്ടുണ്ട് ആദ്യം തന്നെ ചേഞ്ചില്. ഇവിടെ വന്നിരിക്കുന്നത് ത്രൈവിംഗ് ആണ്. പുതിയ ഒരു ജീവിതത്തിന്റെ പ്രോഗ്രസ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. എന്ത് പ്രോഗ്രസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അതുപോലെ തന്നെ എംപറർ. കണ്ടില്ലേ? ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഈ ഒരു ത്രൈവിംഗ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഗ്രസ് ആണ്. ജീവിതത്തിൽ തല ഉയർത്തി നിൽക്കാൻ സാധിക്കുന്നു. ഇവിടെ ഈ ഒരു ആനിമലിന് എപ്പോഴും തല ഉയർത്തി നിൽക്കുന്നതല്ലേ. അപ്പോൾ എത്രമാത്രം തല ഉയർത്താൻ പറ്റും അത്രമാത്രം സമൂഹത്തിലൊക്കെ നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സീബ്ര എന്ന് പറയുന്ന ആനിമലിന് ഒരുപാട് തല ഇങ്ങനെ പൊക്കത്തിൽ വെച്ച് നിൽക്കുക, അല്ലെങ്കിൽ അങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ 7 ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട്. അതുപോലെ ഇവിടെ എംപറർ ഉണ്ട്, ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളിവിടെ സാമ്പത്തികം നോക്കിയിരിക്കുന്ന എനർജിയാണ്. നല്ലൊരു ജോലിയിലേക്ക് പോകാൻ, നിങ്ങളൊരു ഹീലർ ആവാം, ടീച്ചറായിട്ടോ അല്ലെങ്കിൽ നഴ്സായിട്ടോ ഡോക്ടറായിട്ടോ ഒക്കെ ജോലി ചെയ്യുന്ന എനർജി ആവാം. അതുപോലെ പ്രപഞ്ച സത്യത്തെക്കുറിച്ച് അറിവുള്ള വ്യക്തികളാവാം. മറ്റുള്ളവരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലുള്ള സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അവിടെയാണ് നിങ്ങൾക്ക് പ്രോഗ്രസ് വരാൻ പോകുന്നത്. അല്ലാതെ എന്താണ് സ്വാർത്ഥത, സെൽഫിഷ് ആയിട്ടുള്ള ചില വ്യക്തികളുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് എപ്പോഴും അങ്ങനെ പ്രോഗ്രസ് വരണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടേതായ ഈ ഒരു സ്വഭാവത്തിലാണ് നിങ്ങൾക്ക് പ്രോഗ്രസ് വരാൻ തുടങ്ങുന്നത്. അതുപോലെ എംപറർ എന്നുള്ള ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു. അതുപോലെ 7 ഓഫ് കപ്സിന്റെ എനർജി, ഒരുപാട് ചോയ്സസ് നിങ്ങൾക്ക്, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. ഈ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരണമെങ്കിൽ എന്താണ്? ഇവിടെ റെയിൻബോസ് വന്നിരിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങളുടെ ചക്രാസ് ഒക്കെ ആക്റ്റീവ് ആകുന്നു, നിങ്ങളുടെ ഹെൽത്ത് വെൽത്ത് ഒക്കെ ഓക്കെ ആവുന്ന, അല്ല എങ്കിൽ അത് നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്തു പോകാൻ സാധിക്കുന്ന ഒരു എനർജിയിലേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടും ധനപരമായ ഒരു ഉയർച്ച വരാൻ പോകുന്നു. കാരണം അപ്പോഴാണ് നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നത്. ഈ അവസരങ്ങളെ ചൂസ് ചെയ്തുകൊണ്ട് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുക. വേണ്ടത് വേണ്ട പോലെ തന്നെ വേണ്ട സമയത്ത് അത് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എംപററായി മാറാൻ കഴിയും. കണ്ടില്ലേ? ഈ ഒരു അവസ്ഥയിലേക്ക് വളരെയധികം എന്താണ് ഐശ്വര്യം വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വളരെയധികം നോളജുള്ള ഒരു വ്യക്തിയായി മാറാൻ സാധിക്കും എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് റിലാക്സേഷൻ ആണ്. ഇനി ഇതൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് എനർജി വരുന്നത്? റിലാക്സേഷൻ. ഒന്ന് റിലാക്സ് ചെയ്യാൻ സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും മാനസികമായിട്ടുള്ള ഒരു സമാധാനത്തിലേക്ക് പോകാൻ സാധിക്കുന്ന അവിടെയാണ് ഒന്ന് റിലാക്സ് ആവുന്നത്. കാരണം അതുവരെ എന്താണ് വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്ന ഞരമ്പുകളൊക്കെയും മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് സ്ട്രെസ് അനുഭവിക്കുകയാണ് കൂടുതലായിട്ടും പലരും.
അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് റിലാക്സ് ആവാൻ സാധിക്കുന്നു. വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഒന്ന് വിടുതൽ ചെയ്യാൻ സാധിക്കും, ഒന്ന് അയച്ചു വിടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിലാക്സേഷനിലേക്ക് പോകാൻ സാധിക്കുന്നു, ഒന്ന് റിലാക്സ് ആവാൻ സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് എന്ത് എനർജിയിലാണ് നിങ്ങൾക്ക് റിലാക്സ് ആവാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാവേ. ഇവിടെ 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്നേഹം, നിങ്ങളിലേക്ക് ഒരുപാട് സ്നേഹം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു സ്നേഹത്തിന്റെ സഫലത അനുഭവിക്കാൻ കഴിയുന്ന 9 എന്ന് പറയുമ്പോൾ എന്താണ്? സഫലതയാണ്. 10 എന്ന് പറയുമ്പോൾ എന്താണ്? കംപ്ലീഷൻ ആണ്, സമ്പൂർണ്ണം. അത്ര വേണ്ട, 9 മതി അല്ലെ? സഫലത അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരാം, ചിലപ്പോൾ വിവാഹം നടക്കാം, അല്ലെങ്കിൽ കാണാതിരുന്ന് കണ്ടുമുട്ടാം. അത്രമാത്രം സ്നേഹത്തോടുകൂടി വെയിറ്റ് ചെയ്തിരുന്നു, അങ്ങനെയുള്ള വ്യക്തികൾ ചിലപ്പോൾ വന്നു ചേരാം. അവിടെയാണ് റിലാക്സേഷൻ ലഭിക്കുന്നത്. മനസ്സിലാകുമോ? ഇതുവരെ ഒത്തിരി സ്ട്രെസ് അനുഭവിച്ചു, ടെൻഷൻ അനുഭവിച്ചു, വരുമോ, അവർ വരുമോ, എനിക്കത് കിട്ടുമോ, വിവാഹം നടക്കുമോ, ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു അവസരമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു റിലാക്സേഷൻ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കാൻ പോകുന്നു. സ്ട്രെസ് അനുഭവിച്ചിരുന്ന, ടെൻഷൻ അനുഭവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മോചനം വരുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്ന എനർജിയാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. എന്ത് കാര്യത്തിലാണ് നിങ്ങൾക്ക് ഇവിടെ അവസരങ്ങൾ വരുന്നത്? ജോലിക്കാര്യത്തിലാണോ, അതുപോലെ മാര്യേജ് കാര്യങ്ങളിലാണോ, അനി ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലാണോ, ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് ഇവിടെ അവസരങ്ങൾ വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളിലേക്ക് പലതരത്തിലുള്ള അവസരങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവസരങ്ങൾ വരാൻ പോകുന്നു. നിങ്ങൾ എന്തൊക്കെയോ സെർച്ച് ചെയ്ത് പഠിക്കുന്നത് ജോലിക്കാര്യത്തിലാകാം, ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടാവാം നിങ്ങൾ. അവിടെ നിങ്ങൾക്ക് പരാജയം സംഭവിക്കുന്ന ചില കാര്യങ്ങളാണെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് ആ ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്തോ ഒരു സംഭവം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. 7 ഓഫ് സോഡിന്റെ എനർജിയാണ്. അതായത് ഒരു ചീറ്റിംഗ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾക്ക് അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതാണ് നിങ്ങളുടെ ഏറ്റവും നല്ല അവസരം വരുന്നത്. ഇതിനെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു നല്ല അവസരം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത് സന്തോഷത്തിലേക്ക് പോകാനാണ്. നിങ്ങൾ തടയപ്പെട്ടു, ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കത് തടസ്സമായിട്ടിരുന്നു. അവസരങ്ങൾ വരാൻ പോവുകയായിരുന്നു, പക്ഷേ അത് തടസ്സപ്പെട്ടിരുന്നു. ചിലപ്പോഴൊക്കെ വിസയ്ക്ക് നിങ്ങൾ നേരത്തെ തന്നെ പൈസയൊക്കെ കൊടുത്തിട്ട് നോക്കിയിരിക്കുന്ന എനർജി ഉണ്ടാവാം. വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി ആരുടെയൊക്കെയോ പരിശ്രമത്തിലാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരെയൊക്കെ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്ന ഒരു എനർജി ഉണ്ടോ? തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്കത് കള്ളമാണോ നല്ലതാണോ, അല്ലെങ്കിൽ മാര്യേജ് പ്രപ്പോസൽ വന്നോ അത് നല്ലതാണോ കള്ളമാണോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതിൽ നിന്നും അത്ഭുതകരമായി നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവസരം നിങ്ങളിലേക്ക് വന്നു, പക്ഷെ അത് ചീറ്റിങ്ങിൻ്റെതാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ രക്ഷപ്പെടാൻ സാധിക്കുന്നു തൽക്കാല സമയം എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. 3 ഓഫ് വൺസിന്റെ എനർജിയാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന കാര്യം കണ്ടില്ലേ? ഇതാണ് നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി, അവസരത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതിൻ്റെതായ സത്യാവസ്ഥകൾ മനസ്സിലാക്കാനും മറ്റു കൂടുതലായിട്ടുള്ള അവസരങ്ങളിലേക്ക് മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് കമ്മ്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ കണ്ടില്ലേ റെയിൻബോസ്, ബട്ടർഫ്ലൈസെ കാണിച്ചിരിക്കുന്നു. ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? മനോഹരമായ മനോഹരമായ ചിറകുകളോടുകൂടി സൊസൈറ്റിയിലൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന എനർജി. അത് എന്താ? അതിനെന്തെങ്കിലും അറിയണോ? ഒന്നും വേണ്ട അല്ലേ? വളരെയധികം ഉല്ലസിക്കുന്ന എനർജിയാണ്. വളരെ സന്തോഷം, മാറ്റത്തെ കൊണ്ടുവരുന്നതാണ്. പ്യൂപ്പയിൽ നിന്നും പുഴുവായി പിന്നെ മനോഹരമായ ചിറകുകളോടുകൂടി സമൂഹത്തിലൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നത്. അതെന്താണ്? ഇവിടെ ഒരു മാറ്റമാണ് വരാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സമൂഹത്തിലൊക്കെ എന്താണ്? പാറിപ്പറന്ന് നടക്കാൻ സാധിക്കുന്നു. നല്ല നവോന്മേഷത്തോടുകൂടി വളരെയധികം ഉത്സാഹത്തോടുകൂടി നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടും ഒരു മെച്ചം കിട്ടുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് ഒരു പ്രോഗ്രസ് ലഭിക്കുന്ന അവസ്ഥയിലേക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടോ അവിടെ നിന്ന് നിങ്ങൾക്ക്
മാറ്റം ലഭിക്കുന്ന, അല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്കൊരു വ്യത്യാസം ലഭിക്കുന്നതായിട്ട്, മുന്നോട്ട് അത് സുഖപ്പെട്ട് കിട്ടുന്നതുമായ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ പോകാൻ പോകുന്നത്. ആരും അറിയപ്പെടാതിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇനിയും നിങ്ങൾ ആരെങ്കിലുമൊക്കെ അറിയപ്പെടാൻ പോകുന്നു. അത്രമാത്രം ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ല, സണ്ണിന്റെ എനർജിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാനുള്ള എനർജിയാണ്, പ്രകാശത്തിലേക്ക് പോവുകയാണ്. ഇവിടെ 7 ഓഫ് വാൻസിന്റെ എനർജി പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ശ്രമം നിങ്ങൾക്ക് സഫലമാകും. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒരു സക്സസിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചുറ്റിനുമുണ്ടല്ല ഇപ്പോഴും, അല്ലെ? അതിനെ മറികടന്ന് നമ്മൾ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുന്നത്. ഇവിടെ അതുപോലെയാണ്, ഒരു സന്തോഷത്തിൻ്റെതായ എനർജിയാണ് ഇത്. ഏതൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ സണ്ണിന്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, പലതരത്തിലുള്ള ഹാപ്പിനെസ് ആണ്, വിക്ടറിയാണ് വരാൻ പോകുന്നത്. അത് കുടുംബസഹിതം കുട്ടികളോട് ഒന്നിച്ചു ചേർന്ന് സന്തോഷിക്കുന്ന എനർജി, നല്ലൊരു ഫാമിലി, അല്ലെങ്കിൽ പുതിയൊരു വീടാവാം, വാഹനമാകാം, എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്രമാത്രം സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പുതിയൊരു വെളിച്ചത്തിലേക്ക് തന്നെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതുവരെയും അനുഭവിച്ചിരുന്ന ദുരിതങ്ങളിൽ നിന്നും നല്ല ഒരു പ്രകാശത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് നമുക്കിനി കൃഷ്ണാസ്, ഇന്ന് വ്യാഴാഴ്ചയിലെ തേഴ്സ്ഡേ അല്ലേ, ഇന്ന് നമുക്ക് ഭഗവാന്റെ മെസ്സേജ് നോക്കാവേ. ശ്രീകൃഷ്ണ ഭഗവാന്റെ മെസ്സേജ് ഒന്ന് നോക്കാം. ഇതൊക്കെയാണ് ഇന്ന് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. ഒരു കാർഡോട്ട് എടുക്കാവേ. ഇവിടെ വന്നിരിക്കുന്നത് ഗീത, ദ ആബ്സല്യൂട്ട് ട്രൂത്ത് ആണ് വന്നിരിക്കുന്നത്. ഭഗവത്ഗീത. ഭഗവാൻ ഇവിടെ അർജുനന് ഗീതോപദേശം നടത്തുകയാണ്. ഡു വാട്ട് ഈസ് ഡിസൈഡ് ഓഫ് യു, പെർഫോം യുവർ ഡ്യൂട്ടി. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഡ്യൂട്ടിയിൽ നിങ്ങൾ, അതായത് എന്താണ് ഇവിടെ ഒരു യുദ്ധക്കളത്തിൽ ഇങ്ങനെ ബന്ധുക്കളോട് യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സുകൊണ്ട് വളരെയധികം വിഷമിച്ചിരിക്കുന്ന അർജുനന് ഉപദേശിച്ചു കൊടുക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഇവിടെ നിന്റെ ഡ്യൂട്ടി എന്താണോ അത് ചെയ്യൂ, ധർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞ് നിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിനക്ക് ഇതാണ് ആവശ്യം. എന്താണ് ആവശ്യം? തിന്മയെ പാടെ നിർമാർജനം ചെയ്യുക, നന്മയെ കൊണ്ടുവരിക, അതാണ് ഇവിടെ ആവശ്യം. മനസ്സിലായ? നിന്റെ കർമ്മം നീ ചെയ്യൂ എന്നുള്ളതാണ്. അവിടെയാണ് ജീവിതത്തിൽ സക്സസ് കൊണ്ടുവരുന്നത്. അല്ലാതെ എന്റെ ബന്ധുക്കളാണ്, ഇവർ ദുഷ്ടരാണ് എന്ന് കരുതി ഇവരോട് യുദ്ധം ചെയ്യാതിരിക്കുന്നത് മണ്ടത്തരമാണ്. ഇത് നിന്റെ ഡ്യൂട്ടിയാണ്, ആ ഡ്യൂട്ടി നീ നിർവഹിക്കൂ. നമ്മൾ അതുപോലെയാണ്, നമ്മളുടെ ഡ്യൂട്ടി എന്താണ് അത് നിർവഹിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക്, സക്സസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. ഡു നോട്ട് പ്രൊവോക്ക് നെഗറ്റിവിറ്റി. നിങ്ങളിവിടെ നെഗറ്റിവിറ്റിയെ ഒരിക്കലും പ്രൊവോക്ക് ചെയ്യരുത്, പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. നെഗറ്റീവായ ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ അതിൽ തന്നെ മുഴുകിയിരിക്കാൻ പാടില്ല. പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ അങ്ങനെ മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഡു നോട്ട് ഇൻവൈറ്റ് നെഗറ്റിവിറ്റി ബൈ ഡൂയിങ് ഓർ സെയിങ് റോങ് തിങ്സ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ നെഗറ്റിവിറ്റിയെ ക്ഷണിച്ചു വരുത്താൻ പാടില്ല. അതുപോലെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യരുത്. അവിടെ തെറ്റായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനകത്താണ് നെഗറ്റീവായിട്ടുള്ള എനർജി കൂടുതലായിട്ട് തങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യൂ. നമുക്കിപ്പോൾ എല്ലായ്പ്പോഴും ഒരു വ്യക്തിക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലേ? നിങ്ങളിപ്പോൾ ഇത് കേൾക്കുമ്പോൾ പറയുമായിരിക്കും, ഒരിക്കലും എല്ലാവർക്കും ഇങ്ങനെ 100% പോസിറ്റിവിറ്റിയിൽ നിലനിൽക്കാൻ പറ്റുകയില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടെയും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം നമുക്ക് പോസിറ്റീവായി ഇരിക്കാൻ പറ്റുമോ അത്രയും ചെയ്യുക. മനസ്സിലായോ? നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയെ കളയാൻ ശ്രമിക്കണം. ഇവിടെ സ്റ്റേ കണക്റ്റഡ് വിതിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് കുറച്ച് പോസിറ്റിവിറ്റിയെ കൊണ്ടുവരുന്നതെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നമ്മളുടെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യൂ. നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ ശ്വാസം എടുക്കുക, അതായത് മെഡിറ്റേഷന്റെ കാര്യമാണ് പറയുന്നത്. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു ശ്വാസം എടുക്കുക, അതിലേക്ക് ശ്രദ്ധിക്കുക, ശ്വാസത്തെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെയാണ് നമുക്ക് ജീവൻ കിട്ടുന്നത്.
മനസ്സിലാവും. അങ്ങനെയാണ് സ്റ്റേ കണക്റ്റഡ് വിത്ത്. കണ്ണുകൾ അടച്ചിട്ട് നമ്മുടെ ഉള്ളിൽ ദൈവത്തെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉള്ളിൽ ദൈവത്തെ കാണാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ പരിശുദ്ധി കൊണ്ടുവരിക, ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയെ മുഴുവനും കളയാൻ ശ്രമിക്കൂ എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ഉള്ള പകയോ വിദ്വേഷമോ ദേഷ്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കണം. കാരണം അത് അവിടെ ഇരുന്ന് വഷളാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ അത് ഇരുന്ന് വഷളാകുന്നു. അവിടെ ദൈവികമായ എനർജി നിലനിൽക്കുകയില്ല. ആ ഒരു ദൈവ ചൈതന്യം അവിടെ കാണില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ചൈതന്യത്തിലേക്കാണ് നോക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ. എന്ത് പ്രശ്നമാണ് നിങ്ങളെ കുഴപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നത്, അതിലൂടെ നിങ്ങൾക്ക് മാറി വരാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതിനെ മാറ്റിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബി ഓപ്പൺ, ഗോഡ് ആൻഡ് ബ്ലെസ്സിങ്സ് കം ഇൻ അൺഎക്സ്പെക്റ്റഡ് വേസ്, ബി ഓപ്പൺ ടു റിസീവ് ദം. ദൈവവും ദൈവത്തിൻ്റെതായ ബ്ലെസ്സിങ്സും അനുഗ്രഹങ്ങളും നമുക്ക് നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ല വരുന്നത്. മനസ്സിലായി? നമ്മളിപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സാധിക്കണമെന്ന് ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരുന്നാൽ ഈ ഒരു സമയത്ത് അത് സാധിക്കണമെന്നില്ല. നമ്മൾ അതിനെല്ലാം മറന്നിരിക്കുന്ന ഒരു സമയത്താണ്. ഏതെങ്കിലും ഒരു വ്യക്തി വരുമെന്ന് പറഞ്ഞ് നമ്മൾ വാതിക്കൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തി അപ്പോൾ ആ ഒരു സമയത്ത് വരണമെന്നില്ല. കുറച്ച് കഴിഞ്ഞ് നമ്മൾ മറന്നിരിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ അവർ വരുന്നത്, അല്ലെ? എന്ന് പറഞ്ഞതുപോലെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്തല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനെ നമ്മൾ സ്വീകരിക്കൂ എന്ന്. അത് എപ്പോൾ വന്നു കഴിഞ്ഞാലും അതിനെ നമുക്ക് സ്വീകരിക്കാൻ തയ്യാറാവണം, അതിന് സന്നദ്ധരാവൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫോർമേഷനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം വരാൻ പോകുന്നു. കണ്ടില്ലേ? ഇവിടെ ബ്രിങ് അബൌട്ട് ദ ചേഞ്ച് ദാറ്റ് കംസ് വിത്ത് ഡിസ്ട്രക്ഷൻ ആൻഡ് സോ ദ സീഡ്സ് നൗ ഫോർ ദ ഫ്യൂച്ചർ. ഇപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് എന്താണോ കരുതുന്നത്, നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ മാറ്റത്തിലേക്ക് തന്നെ നയിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നാളെ എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്നൊരു വിത്ത് വിതച്ചു കഴിഞ്ഞാൽ നാളെ അതിന്റെ ഫലം നമുക്ക് കൊയ്തെടുക്കാൻ പറ്റും, അല്ലേ? എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് എല്ലാം മറന്നു കഴിയാൻ പാടില്ല. മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ സന്തുഷ്ടരാകൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങളോട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരുണ്ടെങ്കിൽ അഥവാ ചെയ്യാതെ കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എപ്പോഴും കാൾ ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.